ഏവർക്കും നമസ്കാരം. മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ പാർട്ട് 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പാർട്ടിൽ ഞാൻ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BGMനെ കുറിച്ചാണ്. BGM എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഒരു പ്രസൻറ്റേഷൻ കൂടുതൽ അതിനൊരു അട്രാക്ഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പവർ പോയിന്റ് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ പവർ പോയിന്റിനകത്ത് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു 2 ഹെഡിങ്ങും അതുപോലെ തന്നെ ഒരു 3 പിക്ചേഴ്സ്, 2 ചെറിയ പാരഗ്രാഫ്സ്, ഇത്രയും ഈ ഡിസൈനിനകത്തുള്ളൂ. ഡിസൈനിന് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളൊരു പ്രസൻറ്റേഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫയലും അതുപോലെ തന്നെ നമ്മൾ പവർ പോയിന്റ് സേവ് ചെയ്യുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ഫയലും രണ്ടും ഒരു ലൊക്കേഷനിൽ ആയിരിക്കണം. ഓക്കെ, അത് ഞാനൊരു പിക്ചർ റെപ്രസെൻറ്റേഷനായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഇതൊക്കെ ആയിട്ട് നമ്മളൊരു പ്രസൻറ്റേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രസൻറ്റേഷൻ ഫയലിൻ്റെ കൂടെ ആ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെ എന്തുണ്ടായിരിക്കണം, ആ പ്രസൻറ്റേഷനകത്ത് ഉൾപ്പെടുത്തിയ ഓഡിയോ ഫയൽസും അതുപോലെ തന്നെ വീഡിയോ ഫയൽസും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു D ഡ്രൈവിൽ ഞാൻ ഒരു മൈ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഒരു മൈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ കീഴിൽ കീഴിലായിട്ട് നമുക്ക് 2 ഫയലുകളായിരിക്കും വരുന്നത്. ഒന്ന് നമ്മുടെ മ്യൂസിക് ഫയൽ, അതായത് ഓഡിയോ ഫയൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സാമ്പിൾ മ്യൂസിക് .mp3 എന്ന് പറയുന്ന ഒരു ഫയൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ ഫയൽ. ഒരു ഉദാഹരണത്തിന് ഞാൻ test.pptx. ഓക്കെ, ഇപ്പം രണ്ടും ഒരു ഫോൾഡറിൻ്റെ കീഴിലായിരിക്കണം. അത്രയേ ഉള്ളൂ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് നോക്കാം. നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു, D ഡ്രൈവ് തുറക്കുന്നു. അതിനകത്ത് നോക്കിയാൽ മൈ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോൾഡറിനകത്ത് കണ്ടോ ഒരു മ്യൂസിക് ഫയലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ ഫയലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രസൻറ്റേഷൻ വേറൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ പ്രസൻറ്റേഷൻ ഫയൽ മാത്രം കോപ്പി ചെയ്താൽ പോരാ. ഓക്കെ, ഈ മ്യൂസിക് കൂടി അതിൻ്റെ കൂടെ വേണം. അതിന് ഏറ്റവും നല്ലത് ഈ ഫോൾഡർ ഒന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വേറൊരാൾക്ക് കോപ്പി ചെയ്ത് കൊടുക്കുകയോ സെൻഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഒരു സാമ്പിൾ ഡിസൈൻ നമ്മൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ട് മ്യൂസിക് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിസൈൻ ചെയ്യുക. ഓക്കെ, ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ Alt+AC അടിച്ചിട്ട് നമ്മൾ ആനിമേഷൻ പെയിൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ Ctrl+A ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റ് മുഴുവനായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ആനിമേഷനിൽ ആഡ് ആനിമേഷൻ, മോർ എൻട്രൻസ് എഫക്ട്സ്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഒബ്ജക്റ്റുകളും ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഞാനിവിടെ ഫെയ്ഡ് സെലക്ട് ചെയ്തു, ഞാൻ ഓക്കെ അടിച്ചു. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1/2 സെക്കൻഡ് ആയിരിക്കും, 0.5 സെക്കൻഡ്. നമുക്കതിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ടൈമിങ്ങിൽ ഡ്യൂറേഷൻ ഞാൻ കൊടുക്കുന്നത് ഒരു 2 സെക്കൻഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് ഇത് വരേണ്ടത്. ആഫ്റ്റർ പ്രീവിയസും കൊടുത്തു, ഓക്കെ അടിച്ചു. ഇതോടുകൂടി നമ്മുടെ ഡിസൈനും കഴിഞ്ഞു, ആനിമേഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടും കഴിഞ്ഞു. ഓരോ ഒബ്ജക്റ്റും
2 സെക്കൻഡ് സമയം എടുത്തിട്ട് ഇങ്ങനെ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇൻസേർട്ട് എടുക്കുക, അതിനുശേഷം ഓഡിയോ ഓൺ മൈ PC. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഫയൽ സെലക്ട് ചെയ്യുക. ഡി ഡ്രൈവിൽ നിന്നും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോൾഡർ മൈ പ്രസൻറ്റേഷൻ, അതിനകത്ത് നമ്മളൊരു സാമ്പിൾ മ്യൂസിക് ഉണ്ട്, ഇൻസേർട്ട് ചെയ്യാം. ഒരു സ്പീക്കർ സിമ്പിൾ നമ്മൾ സ്ലൈഡിൻ്റെ മുകളിൽ വരും. ഈ സ്പീക്കർ സിമ്പിളിനെ സ്ലൈഡിൻ്റെ പുറത്താക്കിയിട്ട് ക്രമീകരിക്കണം. അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സമയത്ത്, ഫുൾ സ്ക്രീൻ പ്രസൻറ്റേഷൻ സമയത്ത് ഈ സ്പീക്കർ സിമ്പിൾ നമ്മൾ സ്ലൈഡിൻ്റെ മുകളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സ്ലൈഡിൻ്റെ പുറത്തായിട്ട് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കൂടാതെ നമ്മൾ ആനിമേഷൻ പെയിനിൽ നമ്മളുടെ മ്യൂസിക് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടാവും. ഇതേപോലെ ട്രിഗർ സാമ്പിൾ മ്യൂസിക് 1, സാമ്പിൾ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മുടെ ഈ ആനിമേഷൻ പെയിനിൽ ഏറ്റവും മുകളിലായിട്ട് ക്രമീകരിക്കണം. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ വെച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് ഓപ്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഏത് കൊടുക്കാം, ആഫ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എത്ര സ്ലൈഡാണ് ഉള്ളത്? 1 സ്ലൈഡ് അല്ലേ, സോ 1 എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ ഓക്കെ അടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏത് കൊടുക്കുന്നു, ടൈമിങ്ങിനകത്ത് നമുക്ക് ഓൺ ക്ലിക്കിന് പകരം വിത്ത് പ്രീവിയസ് ആക്കണം. ഓക്കെ, വിത്ത് പ്രീവിയസ് ആക്കുന്നത്, അതായത് ഈ ശബ്ദം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ആനിമേഷൻസും നടക്കണം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സിസ്റ്റം വോളിയം കുറച്ചൊന്ന് കൂട്ടി. ഒന്ന് F5 അടിച്ച് നോക്കൂ. ഇനി ഇതിൻ്റെ ചില പ്ലേ ബാക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഓക്കെ, അതായത് ഈ സ്പീക്കർ സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ പ്ലേ ബാക്ക്. ഓക്കെ, ഇവിടെ ട്രിം ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രിം ഓഡിയോ. ഓക്കെ, നമ്മൾ ഈ മ്യൂസിക് ടോട്ടൽ 2 മിനിറ്റും 4 സെക്കൻഡും അതിൽ കൂടുതൽ ഉണ്ട്. ഓക്കെ, 2 മിനിറ്റും 4 സെക്കൻഡ്, പിന്നെ ഒരു 923 മില്ലി സെക്കൻഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ സൗണ്ടിൻ്റെ ലെങ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കൊരു 20 സെക്കൻഡ് ഒക്കെ മതിയെങ്കിൽ 20 കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഉണ്ടാവും. ഓക്കെ, ഫെയ്ഡ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം എന്താണ്, 0-യിൽ നിന്നും ഇങ്ങനെ ഗ്രാജുവലി കൂടി വന്നിട്ട് ഓക്കെ നമ്മൾ മ്യൂസിക് പ്ലേ ആവാൻ ഞാനൊരു 5 സെക്കൻഡാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം 0 മുതൽ 5 സെക്കൻഡ് വരെ ഇതിൻ്റെ വോളിയം മെല്ലെ ഇങ്ങനെ കൂടി വരും. പിന്നെ ഒരു 5 സെക്കൻഡ് എത്തുമ്പോഴാണ് ഒരു നോർമൽ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫെയ്ഡ് ഔട്ടും ഒരു 5 സെക്കൻഡ് കൊടുത്തു. അതായത് ലാസ്റ്റത്തെ 5 സെക്കൻഡ് എത്തുമ്പോൾ, ലാസ്റ്റ് 5 സെക്കൻഡ്, ഇപ്പോൾ ടോട്ടൽ നമ്മളിപ്പം ഇതിൻ്റെ മ്യൂസിക് ലെങ്ത് കൊടുത്തത് 20 സെക്കൻഡാണ്. അപ്പോൾ ഒരു 15 സെക്കൻഡ് ആകുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കുറയാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് 20 എത്തുമ്പോൾ ഈ സൗണ്ട് തീരെ ഇല്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക്. ആക്ച്വലി ഇത് വളരെ നല്ലതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് പ്ലേ ആവുക, ഒരു സ്വിച്ച് ഓഫ് ആക്കുന്നവരെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് സ്റ്റോപ്പ് ആവുക, അത് വളരെ ഒരു വൃത്തികെട്ട ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്ര ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു സിംഗിൾ സ്ലൈഡ് വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ F5 അടിക്കുമ്പോൾ നോക്കി ഇതിൻ്റെ വോളിയം കണ്ടോ, മെല്ലെ ഇങ്ങനെ കുറഞ്ഞിട്ട് നല്ല കൂടി വരുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറേ സ്ലൈഡുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നേ നമുക്ക് പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു 5 സ്ലൈഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ഇതിൽ മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ മാത്രം ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത്. കണ്ടോ, 5 സ്ലൈഡ് ഉണ്ട്. ഒരു സ്ലൈഡ് മാറുന്നത് അറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ലൈറ്റ് കളേഴ്സ് ഏതെങ്കിലും കൊടുക്കാം.
സെക്കൻഡ് സ്ലൈഡ് ഞാൻ വേറെ കളർ കൊടുത്തു, തേർഡ് കളറ്, ഫോർത്ത് കളറ്, ഓക്കെ, ദെൻ ഫിഫ്ത്ത് കളറ് ഗ്രീൻ. ഓക്കെ, വ്യത്യസ്ത കളർ കൊടുത്തു. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഒന്നാമത്തെ സ്ലൈഡിൽ മാത്രമേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. സെറ്റിങ്സ് ഒക്കെ ഇത് തന്നെ. ഏറ്റവും ടോപ്പിൽ ആനിമേഷൻ പെയിനിൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു, എഫക്റ്റ് ഓപ്ഷനകത്ത് ആഫ്റ്റർ എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ആഫ്റ്റർ എന്നുള്ളത് നമ്മൾ 1 എന്നല്ലേ കൊടുത്തത്, അതിന് പകരം നമ്മളിവിടെ ആഫ്റ്റർ എന്ത് ചെയ്യുക, കറണ്ട് സ്ലൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഓക്കെ അടിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലേ ബാക്ക് എടുക്കുക. ഇതിനകത്ത് കണ്ടോ, പ്ലേ അക്രോസ് സ്ലൈഡ്സ്, ലൂപ്പ് അണ്ടിൽ സ്റ്റോപ്പ്ഡ്, റിവൈൻഡ് ആഫ്റ്റർ പ്ലേയിങ് എന്നീ 3 ഓപ്ഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്കിവിടെ F5 അടിക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളിങ്ങനെ കേൾക്കുന്നില്ലേ, നമ്മൾ സെക്കൻഡ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ മ്യൂസിക്കിൻ്റെ ഒരു ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 20 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ 20 സെക്കൻഡ് ഈ മ്യൂസിക് ഇങ്ങനെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 20 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, നമ്മളത് പറ്റി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, 2 മിനിറ്റും 4 സെക്കൻഡും ഇത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇത് ഫുൾ ലെങ്ത്തിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ അടിക്കുക. ഓക്കെ, ചിലപ്പോൾ ഒരു ഡെമോ ക്ലാസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ലൈഡ് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കും. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, കാരണം ഓരോ സ്ലൈഡ് എത്രമാത്രം ഫുൾ സ്ക്രീനിൽ നമ്മൾ അത് വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലൈഡ് തന്നെ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ നടത്തും. ഓക്കെ, അപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിങ്ങനെ വളരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ അത് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യൂട്യൂബിലേക്കൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ ഉള്ള കോപ്പിറൈറ്റുള്ള മ്യൂസിക്കുകളൊന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് വല്ല സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോഴോ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോഴോ ഒക്കെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ നെറ്റിൽ നിന്ന് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 11 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പാർട്ടിൽ കുറച്ച് ടെംപ്ലേറ്റ്സ്, ഒരു ഡിസൈനുകളുടെ ഒരു ഫയൽ ഇട്ടിട്ടുണ്ട്, ഒരു PDF ഫയൽ. അത് നോക്കിയിട്ട് അതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഏതെങ്കിലും ഒരു മ്യൂസിക് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഡിസൈൻ ചെയ്യുമ്പോൾ അലൈൻമെൻറ്റ് നല്ല കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ കറക്റ്റ് സെൻട്രലായിരിക്കണം, പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻട്രലായിരിക്കണം, പിക്ചറിൻ്റെ താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാരഗ്രാഫ് എഴുതുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻട്രലായിരിക്കണം. അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ പിക്ചറിലേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഒക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡിസൈനിങ്ങിനും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പാർട്ട് 11 ഇതിനു മുൻപുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.